സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീടിനെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കും എന്നതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ വീടിനെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം 2 നേരവും വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. 2 നേരവും തെളിയിക്കാൻ പറ്റുന്നവരല്ലെങ്കിൽ 1 നേരമാണെങ്കിലും വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു നേരം മാത്രമായിട്ട് വിളക്ക് തെളിയിക്കുന്നവരാണെങ്കിൽ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈകിട്ട് 9 മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിളക്ക് തെളിയിക്കാം. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് താമസിക്കുകയാണെങ്കിൽ 9 മണി വരെയുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. രണ്ടാമതായി, വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാമം ജപിക്കുക എന്നുള്ളതാണ്. വെറുതെ വിളക്ക് തെളിച്ച് വെച്ചിട്ട് കാര്യമില്ല. വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ വീട്ടിലെല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് നേരം നാമം ജപിക്കുക. നാമങ്ങളോ മന്ത്രങ്ങളോ കീർത്തനങ്ങളോ ഗ്രന്ഥപാരായണമോ സഹസ്രനാമങ്ങളോ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം വർദ്ധിക്കുന്നതിനും നമ്മുടെ വീടിനെ പോസിറ്റീവ് ആക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ നാമജപം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ, വിളക്ക് തെളിയിച്ച് കഴിയുമ്പോഴത്തേക്ക് വഴക്കുണ്ടാകുക. ഒരു കാരണവശാലും വീട്ടിലെ അംഗങ്ങൾ തമ്മിലോ പ്രത്യേകിച്ച് കുട്ടികളെ ആ സമയത്ത് വഴക്കിടുകയോ അവരെ അടിക്കുകയോ അവരെ കരയാനിടവരികയോ ഒന്നും ചെയ്യരുത്. സന്ധ്യാസമയത്ത് നമ്മൾ പറയും ശ്രീ എഴുന്നള്ളുന്ന സമയമാണെന്ന് പറയും, മഹാലക്ഷ്മിയുടെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. ആ ശ്രീയെ നമ്മൾ പുറത്തേക്ക് വിടുന്നതിന് പോലെ, അതായത് ശ്രീ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഒരിക്കലും കുടുംബാംഗങ്ങൾ തമ്മിലോ കുട്ടികൾ തമ്മിലോ അങ്ങനെയുള്ള കലഹങ്ങളോ ഒന്നും നമുക്ക് പാടില്ല. എല്ലാ ദിവസവും നമ്മുടെ വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കണം. തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ വെള്ളം തളിക്കാനായിട്ട് മറക്കരുത്. പണ്ടൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ അമ്മമാരും ഒക്കെ മുറ്റം തൂത്ത് കഴിഞ്ഞാലും അകം തൂത്ത് കഴിഞ്ഞാലും ഒക്കെ വെള്ളം തളിക്കും. അത് വെള്ളത്തിൽ ചിലപ്പോൾ ചാണകമൊക്കെ കലർത്തിയിട്ടായിരിക്കും തളിക്കുന്നത്. അങ്ങനെ തളിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ അകവും പരിസരവും ഒക്കെ ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തളിക്കുന്നത്. ചാണകം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി കാണും, പനിനീര് കാണും. ഇതിലേതെങ്കിലും വെള്ളത്തിലൊഴിച്ചിട്ട് നമുക്ക് ചുറ്റുപാടുമെല്ലാം തളിക്കാവുന്നതാണ്. അങ്ങനെ തളിക്കുന്ന വഴി എല്ലാം അശുദ്ധിയൊക്കെ മാറി നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുദ്ധിയാവുന്നതാണ്. അതുപോലെ തന്നെ എട്ടുകാലി വല നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതെല്ലാം തൂത്ത് മാറ്റി വൃത്തിയാക്കേണ്ടതാണ്. എട്ടുകാലി വല തൂക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ എങ്ങനെ ചില വീട്ടമ്മമാർ ചെയ്യാറുണ്ട്, നമ്മൾ അകം തൂക്കുന്നതോടൊപ്പം തന്നെ അവിടെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ആ അകം തൂക്കുന്ന ചൂലുകൊണ്ട് തന്നെ നമ്മൾ എട്ടുകാലി വല വൃത്തിയാക്കും. അതും കൂടെ വൃത്തിയാക്കിയിട്ട് പോവാം എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അകം വൃത്തിയാക്കുന്ന ചൂലുകൊണ്ട്, അതായത് അകത്ത് തൂത്ത് തുടയ്ക്കുന്ന ചൂലുകൊണ്ട് ഒരിക്കലും നമ്മൾ എട്ടുകാലി വല വൃത്തിയാക്കരുത്. എട്ടുകാലി വല വൃത്തിയാക്കാൻ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് ഒരു ചൂലോ മോപ്പോ ഒക്കെ വയ്ക്കാവുന്നതാണ്. നമ്മൾ അകം തൂത്ത് വാരുന്ന ചൂലുകൊണ്ട് ഒരിക്കലും നമ്മൾ എട്ടുകാലി വല വൃത്തിയാക്കരുത്. പിന്നീട് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഏറ്റവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട 2 സ്ഥലങ്ങളാണ് അടുക്കളയും ബാത്റൂമും. ബാത്റൂമൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അടുക്കളയിലാണെങ്കിലും അതെ, പാത്രങ്ങളും വേസ്റ്റും ഒന്നും അടുക്കളയിൽ കൂട്ടി വയ്ക്കുക. അതിപ്പോൾ കഴിച്ച പാത്രങ്ങളാണെങ്കിൽ സിങ്കിൽ കൊണ്ടുപോയിടും. ഉച്ചയാവട്ടെ, രാവിലെ കഴിച്ചതാണെങ്കിൽ ഉച്ചയാവട്ടെ കഴുകാനായിട്ട്, ഉച്ചയ്ക്ക് കഴിച്ച പാത്രമാണെങ്കിൽ വൈകുന്നേരം ആവട്ടെ കഴുകാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കഴുകാം. അങ്ങനെ നമ്മൾ ഒരിക്കലും സിങ്കിൽ കൂട്ടിയിടരുത്. അതുപോലെ തന്നെ വേസ്റ്റ് ആണെങ്കിലും അപ്പോൾ പുറത്ത് കളയാനായിട്ട് സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി സമയമാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക്, രാത്രിയിലല്ല വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അതാത് ദിവസത്തെ വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയി കളഞ്ഞ് എല്ലാ ദിവസവും വൃത്തിയാക്കി വെക്കേണ്ടതാണ്. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് മാറുന്ന ഡ്രസ്സുകൾ, അതാത് സ്ഥാനത്ത് വെക്കാനുള്ള സ്ഥലത്ത് വെക്കുക. അത് കഴുകേണ്ടതാണെങ്കിൽ കഴുകി ഉണക്കി അലമാരിയിൽ മടക്കി വയ്ക്കുക. അല്ല, വെളിയിൽ പോയിട്ട് വന്നിട്ട് അത് ഇന്ന് നമുക്ക് കഴുകാൻ സൗകര്യം കിട്ടിയില്ലെങ്കിൽ അത് ഇടാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക. ആ സ്ഥലത്ത് മാത്രം മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഇടുക. അല്ലാണ്ട് കുറച്ച് കട്ടിലിൽ, കുറച്ച് കതകിൻ്റെ പുറത്ത്, കുറച്ച് സ്റ്റെയർ കേസിൽ, അങ്ങനെ നമ്മൾ കാണുന്ന സ്ഥലത്തെല്ലാം നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സുകൾ ഇടരുത്. അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകം സ്പേസ് കണ്ടെത്തുക.
പിന്നെ പ്രധാനപ്പെട്ട കാര്യം ചെരുപ്പാണ്. നമ്മളിപ്പോൾ ഡ്രസ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു വീട്ടിൽ ഒത്തിരി ചെരുപ്പുകൾ കാണും. 4 അംഗങ്ങൾ അല്ലെങ്കിൽ 2 അംഗങ്ങളുള്ള വീട്ടിലാണെങ്കിൽ പോലും ഒത്തിരി ചെരുപ്പുകളാണ്. ആ ചെരുപ്പുകളെല്ലാം സൂക്ഷിക്കാനായിട്ട് നമ്മളൊരു സ്ഥലം കണ്ടെത്തുക. അല്ലെങ്കിൽ ചില വീടുകളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ സ്റ്റെപ്പിൻ്റെ, പ്രത്യേകിച്ച് വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റെപ്പിൻ്റെ താഴെ കൊണ്ട് ചെരുപ്പ് ഒരു കാരണവശാലും ഇടരുത്. ചെരുപ്പ് ആ വിളക്ക് കത്തിക്കുന്ന സമയം വേറെ സ്ഥലമൊന്നും ഇല്ലെങ്കിലും ആ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ചെരുപ്പുകളെല്ലാം നമ്മൾ ഒതുക്കി വെക്കുക. സ്റ്റെപ്പെല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കി അല്ലെങ്കിൽ തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട്. വിളക്ക് കത്തിച്ചതിന് മുമ്പിൽ മാറ്റും, നമ്മൾ ചവിട്ടി തുടയ്ക്കുന്ന മാറ്റാണെങ്കിൽ പോലും ആ മാറ്റും ചെരുപ്പും എല്ലാം നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഒതുക്കി വെക്കുക വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക്. ഇനി പോസിറ്റിവിറ്റി ആകാൻ വേണ്ടിയിട്ട്, പോസിറ്റിവിറ്റിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയെ ആഗിരണം ചെയ്യാനായിട്ട്, നെഗറ്റിവിറ്റി എല്ലാം മാറുവാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. വീടിനകം തുടയ്ക്കുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ തുടയ്ക്കുന്ന ഫിനൈലോ ലോഷനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് തുടയ്ക്കും. പക്ഷേ നമ്മൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ തുടയ്ക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയും വിട്ടിട്ട് അതിൻ്റെ തലേദിവസമാണ് തുടയ്ക്കുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് തുടയ്ക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരവും വ്യാഴാഴ്ച വൈകുന്നേരവും. അപ്പോൾ ആ സമയത്ത് വെള്ളത്തിൽ, നമ്മൾ തുടയ്ക്കാനെടുക്കുന്ന വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പിടി ഉപ്പും ചേർത്തിട്ട് വീടിൻ്റെ അകമെല്ലാം തുടച്ച് വൃത്തിയാക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നല്ല പോസിറ്റീവ് എനർജി, നെഗറ്റിവിറ്റി എല്ലാം മാറി നമുക്ക് നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത്. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വീട്ടിൽ പുകയ്ക്കുക എന്നുള്ളതാണ്. പുകയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡെയിലി നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്നതാണ്. 2ഓ 3ഓ ചന്ദനത്തിരി കത്തിക്കുന്നവരാണ്. അപ്പോൾ ആ ചന്ദനത്തിരി കൂടാതെ വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും, വെള്ളി, ചൊവ്വ, പിന്നെ പൗർണമി, അമാവാസി ഈ ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് പുകയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത്. ആ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ധൂപത്തിൻ്റെ കട്ടകൾ ഇപ്പോൾ കിട്ടും. അത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ദശാംഗം പൊടിയുണ്ട്, ദശാംഗം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പുകയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി പുകയിട്ട് വീട് മുഴുവനും പുകയാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ പുകയുടെ ഒരു മണം നമുക്ക് ശ്വസിക്കാവുന്ന രീതിയിൽ മാത്രം നമ്മൾ പുകയിട്ടാൽ മതി. സാധാരണ നമുക്കിപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ, വയസ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ ആസ്മ പേഷ്യൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഈ പുക ഒരു ബുദ്ധിമുട്ടാണ്, അലർജി ഉണ്ടാവും. എനിക്കാണെങ്കിലും ഒത്തിരി പുക ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ തുമ്മലും ചുമയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പുകയ്ക്കുക. എല്ലാ ദിവസവും പുകയ്ക്കേണ്ട കാര്യമില്ല. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ മാത്രം പുകയ്ക്കുക. പിന്നീട് നമ്മുടെ അമാവാസി വരുമ്പോഴും വെളുത്ത വാവ് വരുമ്പോഴത്തേക്കും ഈ ദിവസങ്ങളിൽ നോക്കി നമ്മൾ പുകയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പുകയ്ക്കുമ്പോഴത്തേക്കും രാവിലെ പുകയ്ക്കാൻ ഇഷ്ടമുള്ളവർ രാവിലെ പുകയ്ക്കുക. പക്ഷേ ഏറ്റവും നല്ലത് പുകയ്ക്കാനായിട്ട് സന്ധ്യാസമയമാണ്. സന്ധ്യാസമയം വിളക്ക് കത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പുകയിടുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് സന്ധ്യാസമയത്ത് പുകയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്? രാവിലെ സമയത്തേക്കാളും അന്തരീക്ഷത്തിൽ നെഗറ്റിവിറ്റിയും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ കൂടുതലുള്ളത് നമ്മുടെ സന്ധ്യാസമയത്താണ് അല്ലേ. അപ്പോൾ ആ സന്ധ്യാസമയത്താണ് നമ്മുടെ നെഗറ്റീവ്സ് എല്ലാം കളഞ്ഞിട്ട് പോസിറ്റിവിറ്റി ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല സമയം, പുകയ്ക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നല്ല സമയം സന്ധ്യാസമയമാണെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും പുകയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ, അതായത് വെള്ളി, ചൊവ്വ, പിന്നെ പൗർണമി, കറുത്തവാവ് ഈ ദിവസങ്ങളിലായിരിക്കും നമ്മൾ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് പുകയ്ക്കേണ്ടത്. പിന്നീട് നമുക്ക് നല്ല വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് വാതിൽപ്പടിയിൽ പൂക്കൾ വെച്ച് അലങ്കരിക്കുക എന്നുള്ളത്. അധികം ഉള്ള ദിവസങ്ങളിൽ നമുക്ക് വാതിൽപ്പടിയിൽ പൂക്കൾ വെച്ച് അലങ്കരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ വീടിനുള്ളിലിരിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ചില വീട്ടിൽ, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ പടിയില്ല. അപ്പം ഞാൻ 2 സൈഡിലും, വാതിൽപ്പടിയുടെ 2 സൈഡിലുമായിട്ട് പൂക്കൾ വയ്ക്കും. പടിയുള്ളവരാണെങ്കിൽ പടിയുടെ ചുറ്റിലും, പടി മുഴുവനായിട്ട് നമുക്ക് പൂക്കൾ വെച്ച് അലങ്കരിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് പച്ചക്കർപ്പൂരം നമ്മൾ എല്ലാ മരുന്ന് കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ പച്ചക്കർപ്പൂരം വാങ്ങിച്ചിട്ട് ചെറിയ ചിരാതോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് കഷ്ണം അല്ലെങ്കിൽ ഒരു വലിയ കഷ്ണം പച്ചക്കർപ്പൂരം ഇട്ടിട്ട് നമുക്ക് എല്ലാ റൂമിലും വയ്ക്കാവുന്നതാണ്. പച്ചക്കർപ്പൂരം ഇല്ലെങ്കിൽ, പച്ചക്കർപ്പൂരം വാങ്ങിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അതിന് പകരം നമുക്ക് ഉപ്പ് വയ്ക്കാവുന്നതാണ്. ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 1 സ്പൂൺ കല്ലുപ്പ്
നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാവണം, അടുക്കളയിൽ ഉപയോഗിക്കുന്നതാവരുത്. പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് കുറച്ച് ഉപ്പ് വാങ്ങിക്കുക, ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിക്കുക. ആ ഉപ്പ് എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ചെറിയ ചിരാതിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒക്കെ ഉപ്പെടുത്തിട്ട് എല്ലാ റൂമിലും നമുക്ക് വെക്കാവുന്നതാണ്. അത് ചെയ്യുന്നത് വഴിയും നമുക്ക് നെഗറ്റിവിറ്റിയൊക്കെ മാറി നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡെയിലി ഞാൻ എൻ്റെ വീട്ടിൽ ശ്രദ്ധിക്കുന്നത്. പോസിറ്റീവായിട്ടിരിക്കാനായിട്ട്, നമ്മുടെ വീട്ടിൽ അടുക്കും ചിട്ടയോടും കൂടി പോകാനായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ വീട്ടിലും നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട് നല്ല പോസിറ്റീവായിട്ട് തീരും. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റിൽ വന്ന് പറയണം, ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റിൽ വന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നന്ദി.